first question, integral x square plus 1 into e raised to x divided by x plus 1 the whole square, x plus 1 the whole square dx. Second question, integral x into e raised to x divided by 1 plus x the whole square dx. Third, integral e raised to x into 1 plus sin x by 1 plus cos x dx. അടുത്തത് integral x minus 3 e raised to x divided by x minus 1 the whole cube dx. Okay. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. ഈ ഒരു ഐഡിയ വരുന്നതാണ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സിന് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ആ ഒരു ഐഡിയ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ പ്ലസ് 1 e raised to x by x plus 1 the whole square dx. ഓക്കെ, നമുക്ക് e raised to x ഇൻറ്റു ഒരു ഫങ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് നോക്കാം. ഒരു 1 ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പം -1 പ്ലസ് 2 എങ്ങനെയാണ്? 1നെ ഞാൻ ഒരു 1 മൈനസ് ചെയ്തു, ഒരു 1 ആഡ് ചെയ്തു. ആ 1 ഈ 1 2. ഞാനൊരു അടിയിലെ ടേം കിട്ടുന്ന ഒരു രീതിയിൽ എഴുതാണ് കേട്ടോ. ഇൻറ്റു ഇ റൈസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഇനി എക്സ് സ്ക്വയർ മൈനസ് 1നെ വേറെയും 2നെ വേറെയായിട്ട് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 1നെയും 2നെയും സെപ്പറേറ്റ് ചെയ്യാം. ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആദ്യം എഴുതിയെടുത്തേക്കാം. പറയാൻ സുഖം. എക്സ് സ്ക്വയർ മൈനസ് 1നെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എഴുതാം ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ 2 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഒരു എക്സ് പ്ലസ് 1ഉം ഒരു എക്സ് പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്യും. ഫൈനലി ഇ റൈസ് ടു എക്സ് ഇൻറ്റു x minus 1 by x plus 1 plus 2 by x plus 1 the whole square dx എന്ന് വരും. അപ്പോൾ e raised to x ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് വേറൊന്ന് കിട്ടി. നമുക്ക് ഇതേപോലെ ആൻസർ എഴുതണം എങ്കിൽ e raised to x ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ
ഇ റേസ് ടു എക്സ് ഇൻറ്റു ആ ഫംഗ്ഷൻ ആൻസർ ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണോ ഇത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ പറഞ്ഞതിൻ്റെ ഡെറിവേറ്റീവ് ആണോ മറ്റേത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1/x+1 ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. കോഷ്യൻ റൂൾ, ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 ഡിനോമിനേറ്റർ സ്ക്വയർ x+1 minus x+1 by 2x+1 the whole square. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എക്സ് മൈനസ് 1/x+1ൻ്റെ ഡെറിവേറ്റീവ് 2x+1 the whole square ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് കിട്ടി. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് കിട്ടി. അങ്ങനെയാണ് ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നായിരിക്കും. റെഡിയായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ്, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ബൈ 1 പ്ലസ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഡിനോമിനേറ്ററിൽ അതൊരു ടേം കിട്ടാനും വേണ്ടി എക്സ് പ്ലസ് 1 മൈനസ് 1 ആക്കിയിട്ട് എഴുതി എക്സിന് ഇൻറ്റു ഇ റേസ് ടു എക്സ് by 1 plus x the whole square dx. e raised to x ഉണ്ട്. x plus 1 മറ്റതും സെപ്പറേറ്റ് ചെയ്യാം. whole square dx. e raised to x into ഒരു എക്സ് പ്ലസ് 1 കട്ട് ചെയ്യാം. അപ്പോൾ 1/x plus 1 ഇ റേസ് ടു ഒരു ഫങ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ചുരുക്കി പറഞ്ഞാൽ 1/x plus 1ൻ്റെ ഡെറിവേറ്റീവ് -1/x plus 1 ഹോൾ സ്ക്വയർ വരണം. നോക്കാം ആണോ എന്ന് ചെക്ക് ചെയ്യാം. കോഷ്യൻ റൂൾ, ഡിനോമിനേറ്റർ ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് 1 0, 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 1 -1/x plus 1 the whole square. അപ്പോൾ ഈ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇത് -1/1 plus x square. അപ്പോൾ ആൻസർ x/x1 x plus 1 plus c എന്ന് വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, integral e raised to x into 1 plus sin x 1 plus cos x dx. e raised to x into separate ചെയ്യാം 1/1 plus cos x sin x/1 plus cos x dx. e raised to x into 1/1 plus cos x ന് 2 cos square x/2 എന്ന് കൊടുക്കുന്നു.
സൈൻ എക്സിന് ടു സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു എന്ന് കൊടുക്കും. ടു സൈൻ e raised to x into 1 by cos square x by 2 എന്ന് പറഞ്ഞാൽ sec square x by 2 2 കട്ട് ചെയ്ത് ഒരു cos x by 2 cos x by 2 കട്ട് ചെയ്ത് sin x by 2 by cos x by 2 1 by 2 sec square x by 2 tan x by 2 dx. ടാൻ്റെ ഡെറിവേറ്റീവ് ആണ് sec square. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് എഴുതി വെക്കുക. e raised to x into tan x by 2 tan x by 2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? sec square x by 2 into x by 2ൻ്റെ ഡെറിവേറ്റീവ് 1 by 2. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഡയറക്റ്റ് ആൻസർ ചെയ്താൽ e raised to x into tan x by 2 plus c. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. Integral x minus 3 into e raised to x minus 1 the whole cube dx. അടിയിലൊരു ടേം ഉണ്ടാക്കുക x minus 1 minus 2. ഇനി e raised to x ഉണ്ട് സെപ്പറേറ്റ് ചെയ്യാം. x minus 1 by x minus 1 the whole cube 2 by x minus 1 the whole cube dx. ഒരു x minus 1 ക്യാൻസൽ ചെയ്താൽ 1 by x minus 1 the whole square വൺ ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് denominator into derivative of numerator 1 into derivative 0 minus 1 into derivative of denominator 2 into x minus 1 by denominator square. ഒരു എക്സ് മൈനസ് 1 കട്ടാവും. അപ്പോൾ -2 by x minus 1 the whole cube. അപ്പോൾ ഈ 1 by x minus 1 whole square ഡെറിവേറ്റീവ് -2 by x minus 1 the whole cube ആണ്. It's e raised to x by
എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ റെഡിയായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാം. എന്താണ്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇപ്പോൾ ഒരു ഇൻവേഴ്സൊക്കെ ആ രീതിയിൽ വന്നാൽ എന്താ ചെയ്യുക? ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യാം. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടൊക്കെ ചെയ്യാം. നോക്കാം ഒരു ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square dx. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, സൈൻ ഇൻവേഴ്സ് 2x by 1 plus x സ്ക്വയറിന് റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 tan inverse x. അപ്പോൾ ഇതിനും പകരം 2 tan inverse x dx. ഇൻവേഴ്സിൻ്റെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യേണ്ടത്. 2 ഇൻറ്റു tan inverse x ആണ്. ഫസ്റ്റ് tan inverse x എടുക്കുക, സെക്കൻഡ് 2 എടുക്കുക. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻറ്റു ഇൻവേഴ്സിൻ്റെ ലോഗരിതത്തിൻ്റെ ഒക്കെ അത് മാത്രമാണ് ഇൻറ്റു 1 എടുക്കുക. അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റു integral of second 2 into integral 2x minus integral of derivative of first into integral of second. Two x into tan inverse x. 1 plus x സ്ക്വയറിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x കൂടാണ്ട്. അപ്പോൾ 1 plus x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൂടണമെങ്കിൽ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 2x dx dt എന്നാവും. അപ്പോൾ ഇത് dt ബൈ ടി എന്നാവും. 2x tan inverse x 1 by ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി എന്നാണ്. ലാസ്റ്റ് ഒരു സി. 2x tan inverse x മൈനസ് ലോഗ് മോഡ് ടീൻ്റെ സ്ഥാനത്ത് എന്താ? 1 plus x സ്ക്വയർ പ്ലസ് സി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് integral a square plus 1 log x dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ലോഗരിതം പിന്നെ പോളിനോമിയൽ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ അറിയില്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 1 എസ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് പ്ലസ് സി. അപ്പം നമുക്കിവിടെ സി ഇടണ്ട, ലാസ്റ്റ് ഒരു സി ഇട്ടാൽ മതി. ഇതിന് ഒന്നിൻ്റെ മാത്രം ഇൻ്റഗ്രൽ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒരു കൂടെ സി ഇടുന്നുള്ളൂ. റെഡി അല്ലേ? ഇത് പിന്നെ ഇൻ്റഗ്രൽ ജസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ മാത്രം ഇൻ്റഗ്രൽ പറയാം, അപ്പോൾ ഒരു സി അതിൻ്റെ കൂടെ പറയാം. അതൊന്ന് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. സി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ലാസ്റ്റാണ് നിങ്ങളൊരു സി ഇടേണ്ടത്. ക്ലിയർ ആയല്ലേ? അപ്പം അതിൻ്റെ ഇൻ്റഗ്രൽ എസ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് പ്ലസ് സി. സോറി, സി ലാസ്റ്റ് ഇട്ടാൽ മതി.
integral s cube by 3 plus x minus integral of derivative of first 1 by x into integral of second s cube by 3 plus x dx. Log x into 1 by x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ബൈ 3ൻ്റെ ഇൻ്റഗ്രൽ എസ് ക്യൂബ് ബൈ 3 ഓൾറെഡി ഒരു 3 ഉണ്ട്, അപ്പോൾ എസ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ സെക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കാം. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഫസ്റ്റ് ഇൻറ്റു integral of second a square by 2 minus integral of derivative of first into integral of second അപ്പോൾ minus 1 by 2 x square by 1 plus x square. A square by 2 tan inverse x minus 1 by 2. ഇത് ചെയ്യാനും വേണ്ടി പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു പോളിനോമിയൽ ബൈ പോളിനോമിയൽ വരികയാണെങ്കിൽ മുകളിലത്തെ ഡിഗ്രി കുറയണം, അടുത്ത സെക്ഷനിൽ പറയണം, എന്നാലേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലത്തെ ഡിഗ്രി കുറവല്ലെങ്കിൽ, അതായത് ഇതിൻ്റെ ഡിഗ്രി 2 ആണ്, താഴത്തെ ഡിഗ്രി 2 ആണ്. ഇപ്പോൾ താഴത്തെ ഡിഗ്രിനേക്കാൾ കുറവാണ് മുകളിലത്തെ ഡിഗ്രി. ഓക്കെ, താഴത്തെ ഡിഗ്രിനേക്കാൾ കുറവല്ല മുകളിലത്തെ ഡിഗ്രി എങ്കിൽ, അല്ലെങ്കിൽ ഈക്വലോ കൂടുതലാണ്, ഇവിടെ ഈക്വലാണ്, അല്ലെങ്കിൽ മുകളിലത്തെ ഡിഗ്രി ഇപ്പോൾ ക്യൂബ് ആണെങ്കിൽ കൂടുതലാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അപേക്ഷിച്ച് അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇത് സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാൻ അടിയിൽ അതേ ടേം മുകളിലുണ്ടാക്കിയാൽ മതി. 1 plus x square minus 1. അത് ഡിവൈഡ് ചെയ്യാൻ ലോങ് ഡിവിഷൻ മെത്തേഡൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? 1 plus x square അടിയത്തെ അതേ ടേം ഉണ്ടാക്കുക. അടുത്ത സെക്ഷനിൽ പറയും by 1 plus x square dx. x square by 2 tan inverse x minus 1 by 2 1 plus x square സെപ്പറേറ്റ് ചെയ്യുക. വൺ ബൈ ഇത് കട്ട് ചെയ്ത 1 1
a square by 2 tan inverse x. ഇതിൻ്റെ ഇൻ്റഗ്രൽ x minus 1 by 1 plus x square integral tan inverse x plus s square by 2 tan inverse x minus 1 by 2x plus 1 by 2 tan inverse x plus ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതോടുകൂടി ഫസ്റ്റ് സെക്ഷൻ ഇതോടുകൂടി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള സെക്ഷൻ അവസാനിക്കും. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വേണമെങ്കിൽ ഒരു ഒറ്റ e⁻x ഒരു ക്വസ്റ്റ്യനോട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. e⁻x ഇൻറ്റു sec x ഇൻറ്റു 1 പ്ലസ് tan x dx. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനോടും ചെയ്തിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ e⁻x ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നേരിട്ട് ആൻസർ എഴുതാം. അതിന് sec x കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ sec x tan x ഉണ്ടോ? sec x കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ sec x പ്ലസ് sec x tan x എന്ന്. അപ്പോൾ e⁻x ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് sec xൻ്റെ ഡെറിവേറ്റീവ് sec x tan x എന്നാണ്. e⁻x ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അങ്ങനെ ആൻസർ ഡയറക്റ്റ് ചെയ്താൽ e⁻x ഇൻറ്റു sec x പ്ലസ് c. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതോടുകൂടി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും ആ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ നിന്ന് വരുന്ന e⁻x ഇൻറ്റു f of x പ്ലസ് f ഡാഷ് എക്സ് എന്നുള്ള e⁻x ഇൻറ്റു f of x പ്ലസ് f ഡാഷ് എക്സ് എന്നുള്ള ആ ഒരു ഫോർമുലയും അതിൻ്റെ ആൻസർ e⁻x ഇൻറ്റു f of x അതും അത് സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിലുള്ള അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ? അതായത് നമ്മൾ പോളിനോമിയൽ ബൈ പോളിനോമിയൽ, അതായത് റാഷണൽ ഫംഗ്ഷന് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് ഇൻ്റഗ്രൽ കാണും. അതിനൊരു മെത്തേഡ് ഉണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ, അത് പഠിപ്പിക്കും. അപ്പോൾ പോളിനോമിയൽ ബൈ പോളിനോമിയൽ, അതായത് റാഷണൽ ഫംഗ്ഷനാണ് നമ്മൾ മാറ്റുന്നത്. ഇപ്പോൾ റാഷണൽ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ റാഷണൽ ഫംഗ്ഷൻ r of x equal to p of x by q of x. p of x by q of x, where p of x and q of x are polynomial in x. Where p of x and q of x are polynomial in x. അപ്പോൾ അതായത് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ബൈ പോളിനോമിയലിനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ റാഷണൽ ഫംഗ്ഷൻ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. എന്താണ് ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ? ഡിഗ്രി ഓഫ്
ന്യൂമറേറ്റർ. അത് ന്യൂമറേറ്ററിലുള്ള പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവർ ഡിഗ്രി. ഒരു പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവറിനാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ന്യൂമറേറ്ററിലുള്ള പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവർ അത് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും വലിയ പവറിനേക്കാൾ കുറവാണെങ്കിൽ, ന്യൂമറേറ്ററിലുള്ള ഏറ്റവും വലിയ പവർ ഡിനോമിനേറ്ററിലുള്ള ഏറ്റവും വലിയ പവറിനേക്കാൾ കുറവാണെങ്കിൽ അതിന് പ്രോപ്പർ റാഷണൽ സോറി കേട്ടോ, ആദ്യത്തെ പ്രോപ്പറാണ് കേട്ടോ, പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ, സോറി കേട്ടോ, ഒന്ന് മാറിപ്പോയി, എഴുതിയപ്പോൾ വിട്ടുപോയി. ആദ്യം രണ്ട് തരം റാഷണൽ ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ, ഇംപ്രോപ്പർ ഉണ്ട്, അത് അടുത്ത പറയാം. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ ആണെങ്കിൽ അതിനെ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. അങ്ങനത്തെ റാഷണൽ ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ഈ വേറെ എന്തെങ്കിലും ഫോമിലേക്ക് മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ കുറവാകണം. ഓക്കെ, ഇനി അടുത്ത റാഷണൽ ഫംഗ്ഷനാണ് ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. അതെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ, അതായത് മുകളിലുള്ളതിൻ്റെ ഡിഗ്രി, പോളിനോമിയലിൻ്റെ ഡിഗ്രി, ഏറ്റവും വലിയ പവർ, അത് ഡിനോമിനേറ്ററിലുള്ള പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവറിനേക്കാൾ ഈക്വലോ കൂടുതലോ ആണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. ഇംപ്രോപ്പറിനെ നേരെ അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. സാധാരണ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ്. നമ്മൾ ഇവിടെ ഈ സെക്ഷനിൽ പഠിക്കുന്നത് ഈ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുക. ഓക്കെ, ഇംപ്രോപ്പറിനല്ല. അപ്പോൾ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ അത് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ്, അതായത് ഡിവൈഡ് ചെയ്യുക, ഡിവിഷൻ മെത്തേഡ് അതിനെ പറയുന്നതാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആക്കും. ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷന് ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്, ആ ലോങ് ഡിവിഷൻ മെത്തേഡ് ഒരു പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾ പഠിച്ചതാണ് പണ്ട്. പക്ഷേ നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം, അപ്പോഴേ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി? പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. പിന്നെ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആയ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈ പ്രോപ്പറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് രണ്ട് തരം റാഷണൽ ഫംഗ്ഷൻ. ഇപ്പോൾ റാഷണൽ ഫംഗ്ഷനാണ് ഈ സെക്ഷനിൽ പഠിക്കുന്നുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആണ് പഠിക്കുന്നത്. പ്രോപ്പർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മാറിപ്പോയിട്ടോ, ഇംപ്രോപ്പറും പ്രോപ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം ഇപ്പോഴത്തെ ഒരു വേർഡേ മാറിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മുമ്പത്തൊക്കെ കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് സാധിക്കും. നമ്മൾ ഇവിടെ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ് പഠിക്കുന്നുള്ളൂ. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. അപ്പോൾ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വന്നാലോ? വരും. ഈ സെക്ഷനിൽ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ വരും. അപ്പോൾ നമ്മൾ അതിനെ പ്രോപ്പർ ആക്കും. ഓക്കെ അല്ലേ? പ്രോപ്പർ ആക്കിയിട്ട് ഫൈനലി നമ്മൾ പ്രോപ്പറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇംപ്രോപ്പറും പ്രോപ്പറൊക്കെ വന്നാൽ ലാസ്റ്റ് അത് പ്രോപ്പറായിട്ട് മാറും. ഇംപ്രോപ്പർ വന്നാൽ നമ്മൾ പ്രോപ്പർ ആക്കും. ചുരുക്കി പറഞ്ഞപ്പോൾ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനായി. ഇനി ഈ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു.
നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്ഷനിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സെക്ഷനിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു റാഷണൽ ഫംഗ്ഷനെ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഓക്കെ, ഒരു പ്രോപ്പറായിട്ടുള്ള റാഷണൽ ഫംഗ്ഷനെ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് ആ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ മാറ്റിയിട്ട് ഈ പ്രോപ്പറായിട്ട് കിട്ടിയ റാഷണൽ ഫംഗ്ഷനെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്, നേരിട്ട് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അങ്ങനത്തെ കേസിൽ ചില ക്വസ്റ്റ്യൻ കേട്ടോ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് അങ്ങ് മാറ്റും. എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇതിന് അതേ വാല്യൂ ഉള്ള പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് അങ്ങോട്ട് മാറ്റും. ഇത് ഈക്വൽ ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് അങ്ങ് മാറ്റും. ഈ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ഈക്വൽ ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫൈനലി പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആണ് ഈ സെക്ഷനിൽ പറയാം. ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറാക്കി. ഇനി ആ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് അങ്ങ് മാറ്റും. എന്നിട്ട് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റുക അതാണ് പറയുന്നത്. കുറച്ച് മാറ്റുന്ന രീതിയാണ് പഠിപ്പിക്കുന്നത്, അതേ ചോദിക്കുള്ളൂ. ഫോം ഓഫ് ദ റാഷണൽ ഫംഗ്ഷൻ form of the partial fraction. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രോപ്പറായിട്ടുള്ള റാഷണൽ ഫങ്ഷൻസ് കുറച്ച് കൺസിഡർ ചെയ്യും. അതിനെങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. ഫസ്റ്റ് പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി. ഇവിടെ എയും ബിയും ഈക്വൽ ആകും. ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്. എക്സിൻ്റെ പവർ നോക്കാം. ഡിനോമിനേറ്റർ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ പവർ 2 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കുറവാണ്. അപ്പോൾ ഇത് പ്രോപ്പറാണ് ചുരുക്കി പറഞ്ഞു. ഇവിടെ എയും ബിയും ഈക്വൽ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും പോളിനോമിയൽ ബൈ പോളിനോമിയൽ റാഷണൽ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം അങ്ങ് പ്രോപ്പറാക്കുക. പ്രോപ്പറാക്കിയിട്ട് പിന്നെ നിങ്ങൾ ന്യൂമറേറ്റർ നോക്കണ്ട. മനസ്സിലാവുന്നില്ലേ? ന്യൂമറേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ നോക്കിയിട്ട് ലീനിയർ ഫാക്ടറാണെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം ഒരു കോൺസ്റ്റൻറ്റ് ബൈ ഫസ്റ്റ് ലീനിയർ ഫാക്ടർ പ്ലസ് അടുത്ത ഒരു കോൺസ്റ്റൻറ്റ് ബൈ അടുത്ത ലീനിയർ ഫാക്ടർ. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം ഇതാണ്. എന്നിട്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണും. എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ കാണും. അപ്പോൾ ഇത് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കോയിഫിഷ്യൻ്റ് ഒക്കെ നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. പിന്നെ വേറെ മെത്തേഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. എന്നിട്ട് എൻ്റെ ബിൻ്റെ വാല്യൂ കണ്ടിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ആൻസർ. ഓക്കെ, റെഡി അല്ലേ? ഇനി സെക്ഷൻ ഓരോ ഐഡിയ മനസ്സിലാക്കുക. ലീനിയർ ഫാക്ടറിന് ഇത് പ്രോപ്പറാണ്. പ്രോപ്പർ ആണെങ്കിൽ പിന്നെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി, ന്യൂമറേറ്റർ നോക്കണ്ട. പ്രോപ്പർ അല്ലെങ്കിൽ പ്രോപ്പർ ആക്കിയിട്ട് ഡിനോമിനേറ്റർ നോക്കുക. ഇപ്പം ലീനിയർ ഫാക്ടറിന് പവർ ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? ഒരു കോൺസ്റ്റൻറ്റ് ബൈ ആ ലീനിയർ ഫാക്ടർ. ഒരു കോൺസ്റ്റൻറ്റ് ബൈ ആ ലീനിയർ ഫാക്ടറിന് പവർ. അതായത് പവർ ഉണ്ടെങ്കിൽ ആ പവർ വരെ നമ്മൾ എടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇത് എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് ആണെങ്കിലോ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ബൈ എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് അതുവരെ എടുക്കണം. റെഡി ആയി എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് ഇപ്പം എങ്ങനെയാണ്? 3 ലീനിയർ ഫാക്ടറുണ്ട്, എക്സ് മൈനസ് എ, എക്സ് മൈനസ് ബി, എക്സ് മൈനസ് സി. അത് ഇവിടെ ഇത് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് എയും ബിയും ഈക്വൽ ആവരുതെന്ന് പറഞ്ഞിട്ട്. എയും ബി ഈക്വൽ ആവുകയാണ് ഇത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്നാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയല്ല എഴുതേണ്ടത്, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് എ ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ.
അങ്ങനെ എഴുതുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നോക്കൂ, ലീനിയർ ഫാക്ടറാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ബൈ എക്സ് മൈനസ് എ, അടുത്ത കോൺസ്റ്റൻറ്റ് ബൈ എക്സ് മൈനസ് ബി, അടുത്ത കോൺസ്റ്റൻറ്റ് ബൈ എക്സ് മൈനസ് സി. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ തന്നെ ഞാൻ അങ്ങനെ മാറ്റി മാറ്റി ചെയ്താട്ടോ, നിങ്ങളങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഇത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ ഇങ്ങനെയാണെങ്കിലോ, ഓക്കെ, എ ബൈ ലീനിയർ ഫാക്ടർ എക്സ് മൈനസ് എ, ബി ബൈ അത് അതിൻ്റെ പവർ വരെ എഴുതണം, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, ഇത് എക്സ് മൈനസ് സി ഹോൾ ക്യൂബാണ്. ഒരു കോൺസ്റ്റൻറ്റ് എന്നേ ഉള്ളൂ കേട്ടോ, എ ബി സി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഏന്നങ്ങ് തുടങ്ങി ഇങ്ങനെ എടുത്ത് പോവാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് സി ബൈ എക്സ് മൈനസ് ബി, അടുത്ത കോൺസ്റ്റൻറ്റ് ഡി ബൈ അടുത്തതാ എക്സ് മൈനസ് സി. ഈ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ സി ആണ്, ഇത് സ്മോൾ സി ആണെന്ന് വിചാരിക്കുന്നു. രണ്ടും സെയിം അല്ല കേട്ടോ. പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ബൈ അതിൻ്റെ പവർ വരെ പോകണം, അത് ക്യൂബാണ്, ആ ക്യൂബ് വരെ എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ബൈ എക്സ് മൈനസ് സി ഹോൾ ക്യൂബ്. റെഡി അല്ലേ? ഇങ്ങനെ പോകണം. മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പോൾ ലീനിയർ ഫാക്ടറും അതിൻ്റെ പവറും വരികയാണെങ്കിൽ അതിങ്ങനെ പവർ വരുന്ന വരെ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ബൈ ഇങ്ങനെ ഇട്ട് പോവാം. ലീനിയർ ഫാക്ടർ പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ബൈ ആ ലീനിയർ ഫാക്ടർ, അതിന് പവർ ഉണ്ട് ആ ലീനിയർ ഫാക്ടർ, പിന്നെ ലീനിയർ ഫാക്ടറിന് സ്ക്വയർ, ലീനിയർ ഫാക്ടറിന് ക്യൂ, ഏതാണ് പവർ അതുവരെ പോവാം. ഐഡിയ കിട്ടിയത്. ഇനി ലീനിയർ ഫാക്ടർ അല്ലെങ്കിൽ നോക്കാം, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ, എക്സ് മൈനസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ്. ഒരു ലീനിയർ ഫാക്ടർ ഉണ്ട്, പിന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിനോമിനേറ്റർ. നേരത്തെ ലീനിയർ ഫാക്ടർ അതിന് പവറോ പഠിച്ചിരുന്നു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ cannot be further factorized. പിന്നെ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഫാക്ടർ ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ലീനിയർ ഫാക്ടർ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആണെങ്കിൽ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. അങ്ങനെ ആക്കിയിട്ട് എഴുതണം ഡിനോമിനേറ്റർ. ലീനിയർ ഫാക്ടർ ആയിപ്പോൾ അത് എക്സിൻ്റെ പവർ 1 ആക്കിയിട്ട് എഴുതുന്ന ലീനിയർ ഫാക്ടർ. ഇപ്പോൾ ലീനിയറായി. അപ്പോൾ ലീനിയറിൻ്റെ ആ നേരത്തെ കൺസെപ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ അങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ എന്താ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ഇത് ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇനി പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത്. പിന്നെ വേറെ എങ്ങനെ ഇത് കനോട്ട് ബി ഫർദർ ഫാക്ടർ ഇങ്ങനെ വരുന്നതൊക്കെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. എസ് സ്ക്വയർ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വരും, അത് എസ് സ്ക്വയർ പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ വരുന്നതൊന്നും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒന്നും പിന്നെ കനോട്ട് ബി ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം എന്താ? എക്സ് മൈനസ് എൻ്റെ അടിയിൽ, അപ്പോൾ എ ബൈ എക്സ് മൈനസ് ഒരു കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ ഫാക്ടർ. എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഫാക്ടറാണ്. ഇപ്പോൾ എ ബൈ എക്സ് മൈനസ്, ഓക്കെ, പ്ലസ് പിന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മുകളിൽ എന്താ എഴുതേണ്ടത് അത് നോക്ക്. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് പ്ലസ് വേറൊരു കോൺസ്റ്റൻറ്റ്, ഒരു ലീനിയർ ബി എക്സ് പ്ലസ് സി മോഡൽ. എപ്പോഴും ബി എക്സ് പ്ലസ് സി തന്നെ എഴുതാൻ കഴിയില്ല കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ രണ്ട് ലീനിയർ ഫാക്ടറൊക്കെ അടിയിലുണ്ടെങ്കിൽ ബി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എ ബി സി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡി എക്സ് പ്ലസ് ഇ എന്നൊക്കെ എഴുതാൻ പറ്റും. എന്തായാലും ഒരു കോൺസ്റ്റൻറ്റ് എക്സ് പ്ലസ് വേറൊരു കോൺസ്റ്റൻറ്റ് അങ്ങനെ എഴുതാം ബൈ ആ ക്വാഡ്രാറ്റിക്. എന്നിട്ട് ഇതിന് പകരം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എൻ്റെ ബിൻ്റെ വാല്യൂ ഇട്ട് സീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും തെറ്റി പോകണ്ട. ഇത് ഡി ആക്കാം, അല്ലെ ഈ സിയും സെയിം ആണെന്നൊക്കെ വിചാരിക്കാം. അല്ല കേട്ടോ, ഇതൊക്കെ കോൺസ്റ്റൻ്റ് മറ്റൊക്കെ ക്വസ്റ്റ്യനുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇത് വാല്യൂ കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ പറ്റുക? ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച ഐഡിയ വെച്ചിട്ട് ചെയ്യും. ഓക്കെ, ഇത്രയും ആണ് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാനുള്ളത് ഐഡിയ. ഇങ്ങനെയൊക്കെ ലീനിയർ, ഇങ്ങനെയൊക്കെ റാഷണൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ, ഈ ഒരു മോഡലിലൊക്കെ റാഷണൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതിന് പഠിച്ച മെത്തേഡ് വെച്ചിട്ട്
പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഇങ്ങനെയൊക്കെ വരുന്ന റാഷണൽ ഫംഗ്ഷന് ഇങ്ങനെയൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് ആ ABC ആ കോൺസ്റ്റൻ്റ് വാല്യൂ ഒക്കെ കണ്ടെത്തിയിട്ട് ആ വാല്യൂ ഒക്കെ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഇട്ട് കൊടുത്തിട്ട് ഈ പാർഷ്യൽ ഫ്രാക്ഷനിൽ കിട്ടിയ ടൈമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ എൻ്റെ ബിൻ്റെ സിൻ്റെ വാല്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞ എയും ബിയും സിയും ഡിയും ഇയും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എഫ് വരെ പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അത് കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടേമുകൾ 0 ആക്കിയിട്ടോ അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ ബിൻ്റെ സിൻ്റെ വാല്യൂ. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് കൺസെപ്റ്റ് തിയറി പറഞ്ഞു. ഇനി അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങ് റെഡിയാവും.